നമ്മളിനി പറയാനായിട്ട് പോകുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഈ ഫാറ്റി ആസിഡ് നമ്മളുടെ മൈറ്റോകോൺട്രിയയിലേക്ക് കടന്നു പോകുന്നത്. നമ്മൾ പറഞ്ഞു മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എന്നാൽ രണ്ട് മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും പ്രസന്റ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗനലെയാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മോളിക്യൂൾസിന് ഈസി ആയിട്ട് അതിലൂടെ പാസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഫാറ്റി ആസിഡിന് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലേക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ എന്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് നമ്മൾ ഫാറ്റി ആസിഡ് ആക്ടിവേഷൻ എന്നാണ് പറയുന്നത്. ഫാറ്റി ആസിഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് കടക്കാനായിട്ട് നമ്മുടെ മെട്രിക്സിലേക്ക് എത്താനായിട്ട് അതിന്റെ ആക്ടിവേഷൻ പ്രോസസ്സാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. അതിന്റെ ആക്ടിവേഷൻ നടത്താനായിട്ട് ദിസ് ഫാറ്റി ആസിഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൺവേർട്ടഡ് ഇൻ ടു അസൈൽ കോഎൻസൈമെ ആക്കി മാറ്റുക എന്നുള്ളതാണ് ആക്ടിവേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അസൈൽ കോഎൻസൈമെ ആക്കി മാറ്റാനായിട്ട് വി നീഡ് ടു ആഡ് എ കോഎൻസൈമെ. നമ്മളൊരു കോഎൻസൈമെ അതിലേക്ക് ആഡ് ചെയ്യണം. ഒരു അഡീഷൻ ഓഫ് ഫാറ്റി ആസിഡിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്, ഒരു കോഎൻസൈമെ ആഡ് ചെയ്യാണ്. അതുപോലെ വി നീഡ് പൈറോഫോസ്ഫേറ്റ്, അതായത് നമ്മൾ ATPനെ AMP ആക്കി മാറ്റാണ്. അതായത് PPI പൈറോഫോസ്ഫേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. പൈറോഫോസ്ഫേറ്റ് വിൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദാറ്റ്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഫാറ്റി ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു അസറ്റൈൽ കോഎൻസൈമെ ഇൻ ദ പ്രസൻസ് ഓഫ് കോഎൻസൈമെ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് 1 ATP ആൻഡ് കൺവേർട്ടഡ് ദിസ് ATP ഇൻ ടു AMP. അവിടെ നമ്മൾ PPI പൈറോഫോസ്ഫേറ്റ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തത്. ആൻഡ് കൺവേർട്ട് ദിസ് ഫാറ്റി ആസിഡ് ഇൻ ടു അസൈൽ കോഎൻസൈമെ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇത് നടക്കുന്നത് മിക്കവാറും ഔട്ടർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പെറോക്സിസോംസ് അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഇതിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു പ്രോസസ് നടക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് പ്രോസസ് നടക്കുന്നത് എന്ത്, ഫാറ്റി ആസിഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്, അസൈൽ കോഎൻസൈമെ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് അസൈൽ കോഎൻസൈമെ സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈമാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അസൈൽ കോഎൻസൈമെ സിന്തറ്റേസ് ഇസ് ദ എൻസൈം ഹെൽപ്പ് ഫോർ ദിസ് പ്രോസസ്. ഈ ഒരു പരിപാടി നടക്കണമെങ്കിൽ സഹായിക്കുന്ന ആളെന്ന് പറയുന്ന അസറ്റൈൽ കോഎൻസൈമെ സിന്തറ്റേസ് ആണ്. അപ്പോ ഇപ്പൊ നമുക്ക് നൗ അസൈൽ കോഎൻസൈമെ ഈസ് അവർ പ്രൊഡക്റ്റ്. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നോട്ട് ഫാറ്റി ആസിഡ് അല്ല, അസൈൽ കോഎൻസൈമയാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ അസൈൽ കോഎൻസൈമെനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെട്രിക്സിലേക്ക് കടത്തിവിടുന്നത്. അസൈൽ കോഎൻസൈമെ ഈസ് നീഡഡ് ടു എൻ്റർ ഇൻ ടു ദി മെട്രിക്സിലേക്ക് എൻ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇറ്റ് നീഡഡ് ടു ഓവർകം 2 മെംബ്രെയിൻ. അതിന്റെ 2 മെംബ്രെയിനെ അത് ഓവർകം ചെയ്യണം. അപ്പൊ അതിന് സിംപിളി ആ 2 മെംബ്രെയിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ചില പ്രോട്ടീൻസിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പറയുന്ന മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻസിനെ പാസ് ചെയ്തിട്ട് ഈ അസൈൽ കോഎൻസൈമേക്ക് എങ്ങടെത്താനായിട്ട് സാധിക്കുന്നത്, മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അവിടെ ആക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കാർണിറ്റിൻ ഷട്ടിൽ മെക്കാനിസം എന്നൊക്കെയാണ് പറയും. കാർണിറ്റിൻ ഷട്ടിൽ മെക്കാനിസം എന്നാണ് ഈ പ്രോസസ്സിനെ നമ്മൾ പറയും. മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെ എന്താണ് പറയുക, കാർണിറ്റിൻ ഷട്ടിൽ മെക്കാനിസം എന്നാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പേര് കേൾക്കുന്ന പോലെ അത്ര ടഫ് ഒന്നുമല്ല, വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ അസൈൽ കോഎൻസൈമെ നമ്മുടെ മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലേക്ക് എത്തുന്നതെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഔട്ടർ മെംബ്രെയിനിലും അതുപോലെ തന്നെ ഇന്നർ മെംബ്രെയിനിലും എന്തൊക്കെ ചേഞ്ചുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോട്ടീൻസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതാണ്. അപ്പൊ ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇവിടെ ഫാറ്റി ആസിഡ് ആണ്, അത് മാറി ഇപ്പൊ എന്തായി മാറി, അസൈൽ കോഎൻസൈമെ ആയി മാറി. ഈ അസൈൽ കോഎൻസൈമെനെയാണ് നമ്മൾ എങ്ങോട്ട് വിടാനായിട്ട് പോകുന്നത്, മീൻസ് അസൈൽ കോഎൻസൈമെനെയാണ് നമ്മൾ എങ്ങോട്ട് വിടാൻ പോകുന്നത്, മെട്രിക്സിലേക്ക് നമ്മൾ വിടാനായിട്ട് പോകുന്നത്. അവിടെ നമ്മള് കാർണിറ്റിൻ ഷട്ടിൽ മെക്കാനിസം എന്ന് പറയുന്ന ഒരു മെക്കാനിസം വഴിയാണ് നമ്മൾ ഈ പറയുന്ന അസൈൽ കോഎൻസൈമെനെ എങ്ങടെത്തിക്കുന്നത്, നമ്മൾ മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലേക്ക് എത്തിയാൽ മാത്രമേ അവിടെ ഇതിന്റെ കാറ്റബോളിസം നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിലേക്കുള്ള സ്റ്റെപ്പാണ് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. സോ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് എന്താണ് കാർണിറ്റിൻ ഷട്ടിൽ മെക്കാനിസം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, മൈറ്റോകോൺട്രിയയിലേക്ക് എങ്ങനെയാണ് മെട്രിക്സിലേക്ക്. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് മെട്രിക്സ്. ഇത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ ആണ്, ഇത് ഔട്ടർ മെംബ്രെയിൻ ആണ്, ഇത് ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആണ്. അപ്പോ നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾക്ക് ഇവിടെ എന്താണുള്ളത്, അസൈൽ കോഎൻസൈമെയാണുള്ളത്. അസൈൽ കോഎൻസൈമെയാണ് നമുക്കുള്ളത്. ഈ അസൈൽ കോഎൻസൈമെനെ നമുക്ക് എവിടേക്ക് എത്തിക്കണം, മെട്രിക്സിലേക്ക് എത്തണം. ബിക്കോസ് മെട്രിക്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, അസൈൽ കോഎൻസൈമെയാണ്. പക്ഷേ ഈ അസൈൽ കോഎൻസൈമേക്ക് ഡയറക്റ്റ് ആയിട്ട് 2 മെംബ്രെയിനെ പാസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോ അതെങ്ങനെയാണ് ഈ ഔട്ടർ മെംബ്രെയിനെ കവർ ചെയ്യുക? ഈ അസൈൽ കോഎൻസൈമെ ഔട്ടർ മെംബ്രെയിനെ കവർ ചെയ്യുന്നത്, ഔട്ടർ മെംബ്രെയിനില് പോറിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് പ്രസന്റ് ആണ്. ഔട്ടർ മെംബ്രെയിൻ വി ക്യാൻ സീ പോറിൻസ് എന്ന് പറയുന്ന ഞാൻ ഡ്രോ ചെയ്യുന്നത് പോറിൻസ് ആണ്.
പോറിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് പ്രസന്റ് ആണ്. പോറിൻസ്. അപ്പൊ ദിസ് ഈസ് പോറിൻസ്. പോറിൻസ്. അപ്പോ അസറ്റൈൽ കോഎൻസൈമ് എന്ത് സംഭവിക്കും? അസറ്റൈൽ കോഎൻസൈമേക്ക് ഇതിനെ ഫ്രീ ആയിട്ട് പാസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് വിൽ റീച്ചസ് ഇൻ ടു ദി ഇന്റർമെംബ്രെയിൻ സ്പേസ്. അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത് അസൈൽ കോഎൻസൈമ്. സോ അസൈൽ കോഎൻസൈമ് ഔട്ടർ മെംബ്രെയിനെ ക്രോസ് ചെയ്യുന്നത് ബൈ ദ ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻസ് കോൾഡ് ആസ് പോറിൻസ്. പോറിൻസ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. പോറിൻസ് അസൈൽ കോഎൻസൈമിനെ എവിടേക്ക് എത്തിച്ചു? ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എത്തിച്ചു. നൗ അസറ്റൈൽ കോഎൻസൈമ് ഇൻ ദ ഇന്റർ മെംബ്രെയിൻ സ്പേസിലാണ്. പക്ഷേ നമ്മളുടെ ഈ പറയുന്ന ഇന്നർ മെംബ്രെയിൻ ഈസ് ഹൈലി ഇംപെർമിയബിൾ ആണ്. ഈ അസൈൽ കോഎൻസൈമേക്ക് ഇതിനെ പാസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. ഫ്രീ ആയിട്ട് പാസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. സോ ദിസ് അസൈൽ കോഎൻസൈമിനെ മറ്റൊരു കോമ്പൗണ്ട് ആക്കി മാറ്റണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു എൻസൈമാണ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ പ്രസന്റ് ആയിട്ടുള്ളത് നമ്മൾ ഔട്ടർ മെംബ്രെയിനിലാണ്. ദാറ്റ് പ്രോട്ടീൻ ഈസ് പ്രസന്റ് ഇൻ ദി ഔട്ടർ മെംബ്രെയിൻ. ഔട്ടർ മെംബ്രെയിനിലാണ് ആ പ്രോട്ടീൻ കാണപ്പെടുന്നത്. ആ പ്രോട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് കാർണിറ്റിൻ പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് 1. ഇതാണ് ആ എൻസൈമിന്റെ പേര്. കാർണിറ്റിൻ പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ഇത് കാണപ്പെടുന്നത് ആക്ച്വലി ഔട്ടർ മെംബ്രെയിനിലാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അസൈൽ കോഎൻസൈമ് ഫ്രീ ആയിട്ട് അവിടെ എത്തി, ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എത്തി. പക്ഷേ ദിസ് അസൈൽ കോഎൻസൈമ് cannot പാസ് ത്രൂ ദിസ്. ഇതിനുള്ളിലേക്ക് പാസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി ഇംപെർമിബിൾ ടു അസൈൽ കോഎൻസൈമ്. പക്ഷെ അസൈൽ കോഎൻസൈമിലേക്ക് ഇങ്ങോട്ട് എത്തണം, മെട്രിക്സിലേക്ക് എത്തണം. എന്നാൽ മാത്രമേ ഇതിന്റെ കാറ്റബോളിസം നടക്കുകയുള്ളൂ അല്ലെ. അപ്പൊ നടക്കാനായിട്ട് ഈ അസറ്റൈൽ കോഎൻസൈമിനെ മറ്റൊരു ഫോമിലേക്ക് ആക്കി മാറ്റണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിനെ നമ്മൾ പറയുന്ന പേരാണ് കാർണിറ്റിൻ പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് 1 എന്ന് പറയുന്ന എൻസൈമാണ്. ദാറ്റ് എൻസൈം ഈസ് പ്രസന്റ് ഇൻ ദ ഔട്ടർ മെംബ്രെയിൻ. അപ്പൊ ഈ കാർണിറ്റിൻ പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് എന്താണ് ചെയ്യാന്ന് വെച്ചാല് കാർണിറ്റിൻ പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ദാറ്റ് വിൽ കൺവേർട്ട് അസൈൽ കോഎൻസൈമ് ഇൻടു അസൈൽ കാർണിറ്റിൻ. അസൈൽ കാർണിറ്റിനാക്കി മാറ്റുക ചെയ്യുന്നത്. അസൈൽ കോഎൻസൈമിനെ എന്താക്കി മാറ്റും? അസൈൽ കാർണിറ്റിനാക്കി മാറ്റും. ആൻഡ് ദ കോഎൻസൈമെ ബാക്ക് ഇൻ ടു ദി കോഎൻസൈമിനെ എങ്ങോട്ട് കൊണ്ടുപോകും? കോഎൻസൈമെ ബാക്ക് ഇൻ ടു ദി സൈറ്റോപ്ലാസം. കോഎൻസൈമെ റിലീസ് ചെയ്യുമല്ലോ, റിലീസ് ചെയ്യും. ഇവിടെ കോഎൻസൈമെ റിലീസ് ചെയ്യപ്പെടും. അപ്പൊ കോഎൻസൈമിനെ തിരിച്ചെങ്ങോട്ട് കൊണ്ടുവരും? നമ്മുടെ ഈ പറയുന്ന മെട്രിക്സിലേക്ക് നമ്മളുടെ ഈ പറയുന്ന സൈറ്റോപ്ലാസത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഇനി ഈ കാർണിറ്റിൻ എന്ന് പറയുന്ന കാർണിറ്റിൻ വേണമല്ലോ, അവിടെ കാർണിറ്റിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് വേണം. കാർണിറ്റിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇതിനെ അസറ്റൈൽ കാർണിറ്റിനാക്കി മാറ്റാൻ പറ്റുള്ളൂ. സോ ദിസ് കാർണിറ്റിൻ ഓൾറെഡി പ്രസന്റ് ഇൻ ദി ഇന്റർ മെംബ്രെയിൻ സ്പേസ്. കാർണിറ്റിൻ ഓൾറെഡി അവിടെ പ്രസന്റ് ആണ്, ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഏകദേശം അതിന്റെ ഒരു കോമ്പൗണ്ടിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പൊ വൺസ് അഗൈൻ റിപ്പീറ്റിംഗ് നോക്കുക നിങ്ങള്. അസൈൽ കോഎൻസൈമ് പോറിൻസ് വഴി അവിടെ എത്തി, ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എത്തി. ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് ഈ അസൈൽ കോഎൻസൈമേക്ക് എങ്ങോട്ട് കടക്കാൻ പറ്റില്ല? മെട്രിക്സിലേക്ക് കടക്കാൻ പറ്റില്ല, ബിക്കോസ് ഓഫ് ദി ഇന്റർ മെംബ്രെയിൻ. സോ അതിനെ നമുക്ക് വേറൊരു കോമ്പൗണ്ട് ആക്കി മാറ്റണം. ആ കോമ്പൗണ്ടിനെ ആക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് കാർണിറ്റിൻ പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് 1 എന്ന് പറയുന്ന എൻസൈം. ഈ എൻസൈം എന്ത് ചെയ്യും? അസൈൽ കോഎൻസൈമിനെ എന്താക്കി മാറ്റും? അസൈൽ കാർണിറ്റിനാക്കി മാറ്റും. അസൈൽ കാർണിറ്റിൻ. ആൻഡ് ദിസ് കാർണിറ്റിൻ ഈസ് ഓൾറെഡി പ്രസന്റ് ഇൻ ദി ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ പ്രസന്റ് ആണ്. ആൻഡ് എന്ത് സംഭവിക്കുന്നത്? സിഒഎ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന കോയെ എങ്ങോട്ട് തിരിച്ചു വരും? നമ്മുടെ ഈ പറയുന്ന സൈറ്റോപ്ലാസത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് ഈ ഒരു കോമ്പൗണ്ട് ഇപ്പൊ ചേഞ്ച് ആയി, അസൈൽ കാർണിറ്റിനായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഇന്നർ മെംബ്രെയിൻ പാസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഈ പറയുന്ന അസൈൽ കാർണിറ്റിൻ ഇന്നർ മെംബ്രെയിനെ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഇന്നർ മെംബ്രെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അസൈൽ കാർണിറ്റിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അസൈൽ കാർണിറ്റിൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ അസൈൽ കാർണിറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, മെട്രിക്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ there is a protein present in the inner membrane. ഇന്നർ മെംബ്രെയിനിൽ ഒരു പ്രോട്ടീൻ പ്രസന്റ് ആയിട്ടുണ്ട്. ആ പ്രോട്ടീന്റെ പേരാണ് കാർണിറ്റിൻ അസൈൽ കാർണിറ്റിൻ ട്രാൻസ്ലോക്കേസ്. ആ എൻസൈമിന്റെ പേരാണ് കാർണിറ്റിൻ അസൈൽ കാർണിറ്റിൻ ട്രാൻസ്ലോക്കേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈം എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ അസൈൽ കാർണിറ്റിനെ it will help to pass acyl carnitin into the matrix.
അപ്പൊ ഇതിന്റെ ഹെൽപ്പോട് കൂടി അസൈൽ കാർണിറ്റിൻ എങ്ങനെത്തി? അസൈൽ കാർണിറ്റിൻ റീച്ചസ് ഇൻ ടു ദി മെട്രിക്സ്. അതെങ്ങനെത്തി? മെട്രിക്സിലേക്ക് എത്തി. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു അസൈൽ കോയിൻസൈമ ഫസ്റ്റ് ഇന്നർ മെമ്പറൈൻ സ്പേസിലേക്ക് എത്തി. ദാറ്റ് വിൽ കൺവേർട്ടഡ് ഇൻടു അസൈൽ കാർണിറ്റിൻ. അസൈൽ കാർണിറ്റിൻ എന്തിന്റെ ഹെൽപ്പോട് കൂടിയാണ്? കാർണിറ്റിൻ അസൈൽ കാർണിറ്റിൻ ട്രാൻസ്ലോക്കേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ ഹെൽപ്പോട് കൂടി ദാറ്റ് വിൽ റീച്ചസ് ഇൻ ടു ദി അസൈൽ കാർണിറ്റിൻ. നൗ അസൈൽ കാർണിറ്റിൻ ഇൻ ടു ദി മെട്രിക്സ്. അസൈൽ കാർണിറ്റിൻ ഇപ്പൊ മെട്രിക്സിലാണ്. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അസൈൽ കാർണിറ്റിൻ അല്ല. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? അസൈൽ കോയിൻസൈമയാണ്. അസൈൽ കോയിൻസൈമിനെ മാത്രമേ മെട്രിക്സിൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ കാറ്റബോളൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ എന്ത് ചെയ്യണം? ഈ പറയുന്ന അസൈൽ കാർണിറ്റിനെ എന്താക്കി മാറ്റണം? അസൈൽ കാർണിറ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? വി നീഡ് ടു ചേഞ്ച് ഇറ്റ് ഇൻ ടു ദി, നമുക്ക് ഈ അസൈൽ കാർണിറ്റിനെ നമുക്ക് എന്താക്കി മാറ്റണം? അസൈൽ കോഎൻസൈം എ ആക്കി മാറ്റണം. ഓക്കെ, അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് മറ്റൊരു പ്രോട്ടീനാണ്. ഇതിന്റെ ചേഞ്ച് വരുത്തുന്നത്, ഈ അസൈൽ കാർണിറ്റിനെ അസൈൽ കോഎൻസൈമെ ആക്കി മാറ്റുന്നത് മറ്റൊരു പ്രോട്ടീനാണ്. ആ എൻസൈമിന്റെ പേരാണ് പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് 2 എന്നാണ് ആ എൻസൈമിന്റെ പേര്. പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് 2 എന്നാണ് ആ എൻസൈമിന്റെ പേര്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അസറ്റൈൽ കാർണിറ്റിനെ we need to change this acetyl carnitine into acetyl carnitine നമുക്ക് എന്താക്കിയാണ് മാറ്റേണ്ടത്? അസൈൽ കോഎൻസൈമെ ആക്കിയാണ് മാറ്റേണ്ടത്. അസൈൽ കാർണിറ്റിനെ we need to change into അസൈൽ കോഎൻസൈമെ. so we need to add, അപ്പൊ എന്ത് ചെയ്യണം? അഡീഷൻ. എന്തിന്റെ അഡീഷൻ ആണ് വരുന്നത്? we need to add coenzyme to it, and also this carnitine will be back into the cytosol. സോറി, സൈറ്റോസോൾ അല്ല, നമ്മുടെ ഇന്റർ മെമ്പറൈൻ സ്പേസ്. നമ്മൾ കാർണിറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇന്റർ മെമ്പറൈൻ സ്പേസിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഇതാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഏതാണ്? പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് 2 എന്ന് പറയുന്ന എൻസൈമാണ്. പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് 2. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് 3 എൻസൈമുകൾ കാര്യമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ എൻസൈമിന്റെ പേര് എന്തായിരുന്നു? കാർണിറ്റിൻ. പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് 1 ആയിരുന്നു ആദ്യത്തെ എൻസൈം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? രണ്ടാമത്തെ എൻസൈമിന്റെ പേര് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? കാർണിറ്റിൻ അസൈൽ ട്രാൻസ്ലോക്കേസ്. മൂന്നാമത്തെ എൻസൈം ഏതായിരുന്നു പറഞ്ഞത്? പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് 2. അപ്പോൾ ഇങ്ങനെയുള്ള 3 എൻസൈമുകളുടെ കേസാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ വൺസ് അഗെയിൻ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞു, നമുക്ക് ഈ പറയുന്ന അസൈൽ കോഎൻസൈമിനെ നമുക്ക് എവിടേക്ക് എത്തിക്കണം? നമ്മുടെ മെട്രിക്സിലേക്ക് എത്തിക്കണം. എവിടേക്ക് എത്തിക്കണം? നമ്മുടെ മെട്രിക്സിലേക്കാണ് നമുക്ക് എത്തിക്കേണ്ടത്. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെട്രിക്സിലേക്ക് എത്തിക്കാൻ പറ്റില്ല. വി നീഡ് ടു ചേഞ്ച്, കുറച്ച് ചേഞ്ചുകളൊക്കെ വരുത്തണം, ഇതിനുള്ളിൽ ചേഞ്ചുകളൊക്കെ വരുത്തണം. സോ എന്തായിട്ട് സംഭവിക്കുക? അസൈൽ കോഎൻസൈമെ നമ്മൾ ഇന്റർ മെമ്പറൈൻ സ്പേസിലേക്ക് എത്തുന്നത് ബൈ ദ ഹെൽപ്പ് ഓഫ് പോറിൻസ് വഴി അതിൻ്റെ എത്തും, ഇന്റർ മെമ്പറൈൻ സ്പേസിലേക്ക് എത്തും. ഓക്കെ, ഇന്റർ മെമ്പറൈൻ സ്പേസിൽ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഇന്നർ മെമ്പറൈനെ കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ വി നീഡ് ടു ചേഞ്ച് ദിസ് അസൈൽ കോഎൻസൈം ഇൻടു അനദർ ഫോം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് കാർണിറ്റിൻ പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് 1. അതെന്ത് ചെയ്യും? അസൈൽ കോഎൻസൈമിനെ എന്താക്കി മാറ്റും? അസൈൽ കാർണിറ്റിൻ ആക്കി മാറ്റും. കാർണിറ്റിൻ ഈസ് ഓൾറെഡി പ്രസന്റ് ഇൻ ദി ഇന്റർ മെമ്പറൈൻ സ്പേസ്. സോ അസൈൽ കാർണിറ്റിൻ ആക്കി മാറ്റും. ഈ അസൈൽ കാർണിറ്റിനെ ഇന്നർ മെമ്പറൈനിലേക്ക് അല്ലെങ്കിൽ മെട്രിക്സിലേക്ക് കടത്തിവിടുന്നത് മറ്റൊരു എൻസൈമാണ്. ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ഇന്നർ മെമ്പറൈൻ ആൻഡ് ദാറ്റ് എൻസൈം ഈസ് കോൾഡ് കാർണിറ്റിൻ അസൈൽ കാർണിറ്റിൻ ട്രാൻസ്ലോക്കേസ്. അസൈൽ കാർണിറ്റിൻ ട്രാൻസ്ലോക്കേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അതെന്ത് ചെയ്യും? ഈ അസൈൽ കാർണിറ്റിനെ അവിടെ എത്തിക്കും, മെട്രിക്സിലേക്ക് എത്തിക്കും. Now this acyl carnitine in the matrix. പക്ഷേ ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം ഏതാ? അസൈൽ കോഎൻസൈം. ഇവിടെ ആക്ട് ചെയ്യേണ്ടത് ആരാ? അസൈൽ കോഎൻസൈമാണ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന അസൈൽ കോഎൻസൈമാണ്. അപ്പൊ ഈ അസൈൽ കാർണിറ്റിൻ എന്ത് ചെയ്യണം? അസൈൽ കോഎൻസൈം ആക്കി മാറ്റണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് മറ്റൊരു എൻസൈമാണ് പാൽമിറ്റോയിൽ ട്രാൻസ്ഫറേസ് 2 ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതെന്ത് ചെയ്യും? ഈ അസൈൽ ഗ്രൂപ്പിലേക്ക് ഒരു കോഎൻസൈം ആഡ് ചെയ്യും. അതുപോലെ അസൈൽ ഗ്രൂപ്പിലുള്ള കാർണിറ്റിനെ തിരിച്ചെങ്ങോട്ട് കൊണ്ടുവരും? ഇന്റർ മെമ്പറൈൻ സ്പേസിലേക്ക് കൊണ്ടുവരും. നൗ ഇപ്പൊ ആരാണ് നമ്മൾക്ക് ഇപ്പൊ ആരെ കിട്ടി? അസൈൽ കോഎൻസൈം ഇൻ ടു ദി മെട്രിക്സ്. നമ്മുടെ പ്രൊഡക്റ്റിനെ നമുക്ക് എവിടെ കിട്ടി? നമ്മുടെ മെട്രിക്സിലേക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ലോക്കേഷൻ കംപ്ലീറ്റ് ആയി, ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി. ഇവിടെ ഉണ്ടായ അസൈൽ കോഎൻസൈം എന്ത് ഫോമിലൊക്കെ മാറി എവിടേക്ക് എത്തി? നമ്മുടെ മെട്രിക്സിലേക്ക് എത്തി.
ഇനി നടക്കാൻ പോകുന്ന റിയാക്ഷനെയാണ് നമ്മൾ പറയുന്നത് എന്താണ് കാറ്റബോളിസം, ഓക്സിഡേറ്റീവ് ക്ലീവേജ് ഓർ ഓക്സിഡേറ്റീവ് കാറ്റബോളിസം ഓഫ് ദീസ് അസൈൽ കോഎൻസൈമ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് പറയാനുണ്ട്. എങ്ങനെയാണ് ഡിഗ്രഡേഷൻ നടക്കുക, ഏതൊക്കെ സ്റ്റെപ്പുകളിലായിട്ടാണ് നടക്കുക, എങ്ങനെയാണ് ആ ലെങ്ത് ചേഞ്ച് ചെയ്യുക, എത്ര എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ പറയാനുണ്ട്. ഈ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് ഈ പറയുന്ന പ്രോസസ്സ് നടന്നത്, ഏതൊക്കെ എൻസൈമുകളാണ് അതിൽ ആക്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ക്ലാസ്സുകൾ കിട്ടാനായിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്റെ കമന്റ് ബോക്സിൽ ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടാനായിട്ടൊക്കെ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.